ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. ഇന്ന് രാത്രിത്തേക്ക് ഞാൻ അപ്പവും എഗ് റോസ്റ്റും ഉണ്ടാക്കുന്നത്. എഗ്ഗ് പല രീതിയിൽ ഉണ്ടാക്കാം. ഇതൊരു സിമ്പിൾ വെർഷനാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിനിപ്പോൾ ഞാൻ 4 മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് സ്ലിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് മസാല പിടിക്കാനായിട്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി, ഒരു 3 മീഡിയം സൈസ് സവാള, ഒരു പച്ചമുളക്, ഇച്ചിരി ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയാണ് ഇതിന് വേണ്ടത്. പിന്നെ മസാല ഇടുമ്പോൾ ഞാൻ പറയാം. ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കാണും. അതായിട്ട് ചൂടായിട്ട് നമുക്ക് ആദ്യമേ ഈ കറിവേപ്പില എടുത്ത് ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കാണും. ഇതിനകത്ത് ഞാൻ മുട്ട വറുത്തെടുക്കാൻ വേണ്ടിയാണ് അതിന്. ഇതായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഞാൻ മൂപ്പിച്ചതേ ഉള്ളൂ. ഇത് കൂടുതൽ വേണമെങ്കിൽ ആക്കാം, പക്ഷെ അത് റബ്ബറി പോലെ ആവും. അതിന് ഈ കൊത്തിപ്പൊടിച്ച് വെച്ച വെളുത്തുള്ളിയും ഇച്ചിരി ഇഞ്ചിയുള്ള അതും ഈ മുളകും കൂടെ. മുളക് എരി തോനെ വേണമെങ്കിൽ 2 ഇടാം. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് വേഗം വാടാൻ വേണ്ടി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉള്ളി വേഗം വാടാൻ വേണ്ടി നമുക്ക് കുറച്ചു നേരം അടച്ചു വെച്ചേക്കാം. ഇത് വാടിയിട്ടുണ്ട്. ഇത്ര ആയാൽ മതി. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നേ. നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഉടയണമെന്നല്ലോ, അതിന് നമുക്ക് അടച്ചു വെക്കാം. പെട്ടെന്നങ്ങാവും. തക്കാളി വാടിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി. അതിന് നമുക്ക് മസാല ഇടാം. കാശ്മീരി ചില്ലിയ ഒരു 2 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 1 ടീസ്പൂൺ. ഞാൻ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത് ഇടുന്നുണ്ട്. അതൊരു 1/4 ടീസ്പൂൺ മതി. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു നുള്ളു പഞ്ചസാര. പഞ്ചസാര വേണമെങ്കിൽ ഇട്ടാൽ മതി, നല്ല ടേസ്റ്റാണ്. എരി കൂടുതൽ വേണമെങ്കിൽ സാധാരണ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടാൽ മതി. നമ്മുടെ എരി കുറച്ച് മതി. ഇത് മസാല കരിയാതിരിക്കാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം തിളച്ച വെള്ളം ഒഴിക്കണേ. നമുക്ക് മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യുക. മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം കൂടെ ഉണ്ടാക്കാം.